കമ്പ്യൂട്ടർ സയൻസ് IT ബ്രാഞ്ചുകളിൽ BTech, MCA, MSc പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് 2026 കേരള PSC ഒരു 6ഓളം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 5 തസ്തികളുടെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരേ ടൈമിലാണ് വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ക്വാളിഫിക്കേഷൻസും സെയിം ആണ്. ഇനിയും അതിൻ്റെ എക്സാം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ മെയ് ജൂലൈ 2026 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമറിൻ്റെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ഡെപ്യൂട്ടി മാനേജർ IT ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തേക്കുന്ന 2025 ഡിസംബറിൽ വിളിച്ചിരുന്ന നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോഴും ലൈവ് ആയിരിക്കുന്നത് മാനേജർ ITയും അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഇനിയും ഈ 4 പോസ്റ്റുകൾ താഴെ കാണിച്ചിരിക്കുന്ന 460/2025, 268/2025, 60/2025, 614/2025 ഇത് 4 പോസ്റ്റുകളും വിളിച്ചേക്കുന്നത് മത്സ്യഫെഡിലേക്കാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് 2 പോസ്റ്റിലേക്ക് ആദ്യമേ കാണുന്ന 268/2025, 609/2025 ഈ 2 പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് വേണം. നിങ്ങൾ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിലോ പബ്ലിക് സെക്ടേഴ്സിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്റ്റേർഡ് കമ്പനിയിൽ എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് മതിയാവും. ഇനിയും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 ബ്രാഞ്ചുകളിലും കോമൺ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന BTech, CS അല്ലെങ്കിൽ IT ആണ്, അഥവാ എന്താണ് MCA ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉണ്ട്, നിങ്ങൾ BTech ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒരേ ടൈമിൽ നിങ്ങൾക്ക് ഈ 5 പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് 3 പോസ്റ്റിലേക്ക് BTech ഹോൾഡേഴ്സിനും അതേപോലെ MCAക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, MSc കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ മാത്രമാണ് ഇപ്പോഴും മെൻഷൻ ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും ഒരു മികച്ച അവസരമാണ്. ഇനി എക്സാം സ്ലോട്ടും വന്നിരിക്കുന്ന ഒരേ ടൈമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 പോസ്റ്റിലും കൂടെ ചിലപ്പം മോസ്റ്റ്ലി അങ്ങനെയാണ് നടന്നു വരുന്നത്. കേരള PSC ഒരു എക്സാം ആയിരിക്കും നടത്തുന്നത്. ഇപ്പോഴൊരു BTech ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു MCAക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ 5 പോസ്റ്റിലേക്കും, ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഒരേ ടൈമിൽ BTechും MCAക്കാർക്കും 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനിയും നിങ്ങളിതിൻ്റെ പ്രീവിയസ് അഡ്വൈസൊക്കെ നോക്കുമ്പം ഒരു അല്ലെങ്കിൽ ഇപ്പം വിളിച്ചിരിക്കുന്ന 1-2 വേക്കൻസീസിനായിരിക്കും. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് പ്രോഗ്രാമറും കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതേപോലെ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രോഗ്രാമറിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിരുന്നത്, പക്ഷേ അഡ്വൈസ് 40ഓളം പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസോ അല്ലെങ്കിൽ 1 വേക്കൻസീസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. കാര്യമായിട്ട് ഈ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളുക. ഇനിയും അടുത്ത നോട്ടിഫിക്കേഷൻ എന്താണ്? ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്ന 3 വേക്കൻസിയാണ്. ടീച്ചിങ് ജോബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമായിട്ട് കാണുക. ഓക്കെ, ജോബ് പ്രൊഫൈൽ കൊണ്ടും സാലറി സ്കെയിൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. ഇനി നമുക്ക് ഈ ഒരു വർഷം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പോളിടെക്നിക് ലെക്ചർ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ 2026 അല്ലെങ്കിൽ 2022 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2026 കാര്യമായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുകാർ ടെക്നിക്കൽ ജോബ്സ് ആസ്പിറൻസ് നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ PSCയിൽ എഴുതി ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ഈ എക്സാംസ് നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊള്ളുക. ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ICTയുടെ എക്സാംസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ഈ പുതിയ അവസരങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ സ്ലോട്ട് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഈ 5 എക്സാംസിന് ശേഷമാണ് നമുക്ക് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിൻ്റെ എക്സാം വരുന്നത്. അതിൻ്റെ സിലബസ് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും. അതൊരു BTech അല്ലെങ്കിൽ MCA ലെവലിലുള്ള സിലബസ് അല്ല. നിമി ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്തിട്ടാണ് ആ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓൾറെഡി ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ നമ്മൾ കോച്ചിങ് നടത്തിയവരാണ്. മികച്ച വിജയം നമുക്ക് അതിൻ്റെ അകത്ത് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോഗ്രാമറിൻ്റെ അല്ലെങ്കിൽ പോളിടെക്നിക് ലെക്ചറിൻ്റെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലുള്ള എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ സിലബസും അതിൻ്റെ സബ്ജക്ട്സും പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ എന്തായാലും മെയ് ജൂലൈയിലാണ് നിങ്ങൾക്ക് ഈ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെയൊക്കെ എക്സാം വരുന്നത്. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം സെപ്റ്റംബർ നവംബറിലേക്കാണ് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിൻ്റെ എക്സാം വരുന്നത്. അപ്പം എന്തായാലും ഇത് നിങ്ങളുടെ ഒരു മികച്ച അവസരമാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു പോസ്റ്റാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു BTech ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ ആ എക്സാംസിന് നിങ്ങൾ ഉറപ്പായിട്ടും മത്സരിക്കണം. കാരണം അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആ എക്സാംസിന് വേണ്ടി നിങ്ങളുടെ പ്രൊഫൈലിൽ ആ നോട്ടിഫിക്കേഷൻ ലൈവാണ്. ആ എക്സാംസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഈ ഒരു 6 എക്സാംസിൻ്റെ കൂടെ എന്താണ് ട്രേഡ് റിലേറ്റഡ് അല്ലാത്ത
ഒരു ജനറൽ തലത്തിൽ വരുന്ന എന്നാൽ ടെക്നിക്കൽ എക്സാമിൻ്റെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു എക്സാമാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അപ്പോൾ ബിടെക് ഗ്രാജുവേറ്റ്സിന് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു എക്സാമാണ്. കാരണം നമ്മൾ ബിടെക് ലെവലിൽ പഠിക്കുന്ന ബേസിക് സബ്ജക്ട്സ് ഒക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സും മാത്സും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കോച്ചിങ് ഇവിടെ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ കോഴ്സും നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ എക്സാമിനൊക്കെ എങ്ങനെ തയ്യാറെടുക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് വെബിനാർ നമ്മുടെ ലൈവ് സെഷൻ യൂട്യൂബ് സ്പേസിൽ ലൈവ് സെഷനിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ റെക്കോർഡിങ്സ് അവിടെ അവൈലബിൾ ആണ്. എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു അവസരം നിങ്ങൾ കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുകാർക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാമർ ലെവലുള്ള എക്സാംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓൾറെഡി നമ്മുടെ ബുക്കിൻ്റെ സെക്കൻഡ് എഡിഷൻ അത് ആമസോണിലും നമ്മുടെ ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞങ്ങളെ റീച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആമസോണിൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടും. നല്ല കുറേ ടെസ്റ്റിമണീസ് കിട്ടിയ എക്സാംസാണ്. കേരള PSC എക്സാംസ് എഴുതിയ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്സ് നല്ല രീതിയിൽ അവർക്ക് ഹെൽപ്പ് ആയെന്നുള്ള ഒരു പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള നടന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും എല്ലാം കൃത്യതയോടെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് എഡിഷനിൽ വന്ന സമയത്ത് ഫസ്റ്റ് എഡിഷനിലുള്ള ചെറിയ ചെറിയ ക്ലറിക്കൽ എറേഴ്സും അവിടെ ഇവിടെയുള്ള ചെറിയ എറേഴ്സൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടാണ് സെക്കൻഡ് എഡിഷൻ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ലിമിറ്റഡ് കോപ്പി പീസ് ആണ് അവൈലബിൾ. അപ്പം പുസ്തകം നിങ്ങൾ ഉടൻ തന്നെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ സാധിക്കും. അതേപോലെ തന്നെ കോഴ്സസ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ലോങ് ടൈം ബാച്ച് ലൈവ് ബാച്ചിലും റെക്കോർഡഡ് ബാച്ചിലും ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കാണുന്ന ട്രേഡ്സ്മാൻ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനും ജൂനിയർ ഇൻസ്ട്രക്ടർ COPA, അതേപോലെ തന്നെ ലെക്ചർ ഇൻഫർമേഷൻ ടെക്നോളജി, അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് മാനേജർ, പ്രോഗ്രാമർ, അവിടെല്ലാം നമുക്ക് വലിയ വിജയങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം സക്സസ് സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് സ്പേസിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത് ടോപ്പേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്, അവർ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് റാങ്കിന് വേണ്ടിയാണ് പഠിച്ചത്, അവർ എത്രത്തോളം സമയം അവർ മാറ്റി വെച്ചിട്ടുണ്ട്, ജോബ് എന്താണ് കരിയർ ഗ്യാപ്പിന് ശേഷം നമ്മളോടൊപ്പം എക്സാം പ്രിപ്പയർ ചെയ്തവരുടെ ടെസ്റ്റിമണീസ് ഉണ്ട്. അതേപോലെ ആദ്യ PSC എക്സാം ക്രാക്ക് ചെയ്ത അവരുടെ ടെസ്റ്റിമണീസ് നമ്മുടെ യൂട്യൂബ് സ്പേസിൽ അവൈലബിൾ ആണ്. ജോലിയോടൊപ്പം പഠിച്ചു നേടിയ ഉയർന്ന റാങ്കുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ വീഡിയോസൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഗൈഡൻസ് മോട്ടിവേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.